ഹലോ വെൽക്കം ബാക്ക് ടു എസ് ആർ ടിപ്സ് ഫോർ യു. ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാൽ എന്താണ് എന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് അറിയാം. എങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേജസ് ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നതിന് മുമ്പ് ആഡ് ചെയ്യാറുണ്ടല്ലോ. ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്ന വേജസ്. അപ്പോൾ വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് അറിയാം. എന്നാൽ ചില സമയത്ത് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയും ട്രീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അത് ഡയറക്റ്റ് മാത്രമാണെന്ന് ആരും ധരിക്കരുത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് പർച്ചേസ് സംബന്ധമായ നമ്മുടെ കമ്പനിയുടെ മൊത്തം ലാഭം കണ്ടുപിടിക്കുന്നതിന്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ആഡ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിന് വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസുകൾ അഥവാ ഇത് ചിലവുകൾ, ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായിട്ടാണ് ഞാനിത് പറയുന്നത്, കാരണം എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഒരു ഗുഡ് ബൈ.